നമസ്കാരം. ബിഗ് ബോസ് കർമ്മ ഇസ് ബാക്ക് എന്നൊക്കെ കഴിഞ്ഞ് പണ്ട് നമ്മുടെ റെന ഫാത്തിമയുടെയും ഈ പറഞ്ഞ പോലെ ബിന്നിയുടെയും ഒക്കെ സമയത്ത് എപ്പോഴും പറയുന്നത് കർമ്മ ഇസ് ബാക്ക് എന്ന് പറഞ്ഞ പോലെയാണ് അനുമോളുടെ കാര്യത്തിൽ. എല്ലാം തിരിച്ച് അനുമോൾക്ക് തന്നെ തിരിഞ്ഞു കുത്തിയിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ഒരു കാശുമേള, അതിനകത്തൊരു പൊടിക്കാശോ അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്, ഞാൻ പേര് ശരിക്കും ഓർക്കുന്നില്ല. ഒരു ഫാന് ഇങ്ങനെ നമ്മുടെ ഒരു പെഡസ്റ്റൽ ഫാൻ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അവിടുത്തെ കുറേ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാം 5000-ൻ്റെ ഈ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ 5000 എന്നെഴുതി ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു നടുക്കൊരു മേശയുണ്ട്, അതിൻ്റെ അറ്റത്തൊരു മേശയും കുറച്ച് ബോൾസും ഉണ്ട്. ആ ബോൾസ് നടുക്കത്തെ മേശയിൽ ഇങ്ങനെ അടിച്ച് ആ ഗ്ലാസ്സിനകത്ത് വീഴുന്ന 5000-ൽ വീണാൽ 5000 രൂപ കിട്ടും. ഒരു ഗ്ലാസ്സിനകത്ത് തന്നെ 2 ബോൾ വീണാൽ ഇട്ട് കാര്യമില്ല, സെപ്പറേറ്റ് ഗ്ലാസ്സിനകത്ത് വീഴണം. അങ്ങനെ ഷാനവാസിന് 10000, അക്ബറിന് 10000, അനുമോൾക്ക് 5000. അപ്പോൾ 30,000 രൂപയോ മറ്റോ ആയിരുന്നു. ബാക്കി 50,000 രൂപയായിരുന്നു തോന്നുന്നു. ബാക്കി 25,000 വേസ്റ്റായി. ബാക്കി 25,000 ഇവർ നേടി. അപ്പോൾ അത് നമ്മുടെ വിന്നറുടെ ക്യാഷിൽ നിന്ന് കുറയും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ആദ്യം പുറകെ നടക്കുന്നുണ്ട്. അപ്പം അനുമോളുടെ പുറകെ നടക്കുന്നുണ്ട് കൂടാൻ വേണ്ടി. അപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇത്രയും നാളും എൻ്റെ കൂടെ കൂടിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദിലേയും ഈ പറഞ്ഞ പോലെ നൂറയോട് ഇക്കാര്യം പറയുന്നു. എന്നിട്ട് പുറകെ നടക്കുവാണ്. എന്തോ നീ ഉദ്ദേശിച്ചത് എന്താ അതെനിക്ക് അറിഞ്ഞേ പറ്റുന്നു. അനുമോൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ അനുമോൾ മാറി തന്നിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഈ പറഞ്ഞ പോലെ കട്ടിലെ പോയി തന്നെ കിടക്കുന്നു. അനീഷ് ആശ്വസിപ്പിക്കാൻ പുറകെ നടക്കുന്നു. സത്യം പറഞ്ഞാൽ അനുമോളും അനീഷും തമ്മിൽ ചെറിയൊരു ക്രഷ് ഉണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട് ഇപ്പം. അപ്പോൾ ആര്യൻ പറഞ്ഞ പ്രത്യേക ആ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് എടുത്ത് കാണാം. കൃത്യമായ കാര്യം പറഞ്ഞു. ആദ്യം ചെന്നപ്പോൾ ആര്യനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ ഉള്ള വൈരാഗ്യമാണ് അനുമോൾ പിന്നീട് ആര്യനോട് കാണിച്ചതെന്ന് പറയുന്ന ഒരു പ്രസ്താവന. അത് വളരെ കറക്റ്റാണ്. ആ സംഭവം നമുക്കത് പലപ്പോഴും തോന്നും, അത് ആ ഒരു ദേഷ്യമാണ് അവനോട് കാണിച്ചുകൊണ്ടിരുന്നതെന്ന്. എന്തായാലും കൊള്ളാം. ഇപ്പോൾ ആര്യനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനക്കവും മിഴുക്കവും കണ്ടേനെ. ഇതിപ്പോൾ അവിടെ ഇവിടെ ഓരോരുത്തരുന്ന് ഉറങ്ങുന്നു. ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ് ഉറങ്ങാമെന്ന് അനുമോളോട് പറയുന്നു. അനുമോൾ തന്നെ പോയി കിടന്നുറങ്ങുന്നു. ഇന്നിപ്പോൾ അക്ബർ ഈ കളിയാക്കി പാട്ടുകൾ അനുമോളിനെ കൊണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചോറ് കുറഞ്ഞതിനെ കൂടുതൽ വന്നതിനെക്കുറിച്ച് അനുമോളോട് അക്ബർ ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു അത് സാബുമാനായിട്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഓരോ വിഷയങ്ങൾ നടക്കുന്നു. എന്തായാലും കൊള്ളാം. അനുമോൾ വെസൽ ടീമിലാണ്. പക്ഷേ ഇപ്പം വെസലും കഴുകുന്നില്ല, അടുക്കളയിലും ഇല്ല. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇങ്ങനെ പറയും. അപ്പോൾ പിന്നെ നമ്മുടെ പെങ്ങളുകുട്ടിമാർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് ഷാനവാസിക്കയും അനുമോളെ കുറ്റം പറഞ്ഞ് നാട്ടുകാർക്ക് അനുമോളെക്കുറിച്ചുള്ള നെഗറ്റീവ് വ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ അക്ബറായിരുന്നു, ഇന്നിപ്പോൾ അനുമോളായിട്ടുണ്ട്. എന്തായാലും ആൾക്കാർ കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന് അവർ പറയുന്നു കേട്ടോ. ഏഷ്യാനെറ്റ് ഈ പറഞ്ഞ പോലെ ഒരു ഉറപ്പൊന്നും പറയുന്നില്ല. എന്തായാലും കൊള്ളാം.